എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുവിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള പല ക്രിപ്റ്റോ സ്കാമുകളെ കുറിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു പുതിയൊരു സ്കാമാണ് ഈ വീഡിയോ. എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തു. ഒരു 2 ദിവസം മുന്നേ കോൺടാക്ട് ചെയ്തിട്ട് കാര്യം പറഞ്ഞു. ഇങ്ങനെ ആ ഒരു വ്യക്തിയുടെ ഫ്രണ്ടിന് പറ്റിയ ഒരു സ്കാമാണ്. അതായത് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ഈ അടുത്ത ദിവസം നടന്ന, അതായത് ജനുവരി 21, 22 ഈ ഒരു സമയങ്ങളിൽ നടന്നിട്ടുള്ള സ്കാമാണ്. അത് സ്കാം എന്നൊക്കെ പറയുമ്പോൾ ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപ പോയി. ഇത് എന്തിനെ ചൊല്ലിയുള്ള സ്കാമാണ്? ക്രിപ്റ്റോ കറൻസിയെ ചൊല്ലിയുള്ള സ്കാമാണ്. സോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഈ സ്കാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അവരുടെ വോയിസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വ്യക്തമായ ഐഡിയ കിട്ടും. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യവും കൂടെ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചുറ്റുപാടും ഈ പറയുന്ന എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതേപോലെ ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട് സ്കാം നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺലി പറയുക. നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റ് സ്കാം ആണോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ആ പ്രോജക്റ്റിൻ്റെ പോക്ക് കണ്ടിട്ട് അത്ര ശരിയല്ല, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് മേ ബി സ്കാം ആയേക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം. കാരണം മലയാളത്തിൽ ആരും സ്കാമുകളെ എക്സ്പോസ് ചെയ്തൊരു വീഡിയോ ചെയ്യുന്നില്ല. തുടക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്കതൊരു കോണ്ടന്റും ആവും. കുറച്ച് പേർക്കെങ്കിലും, ഒരാൾക്കെങ്കിലും, അതായത് ഇപ്പോൾ എക്സാമ്പിൾ നാളെ 1 ലക്ഷം രൂപ കൊണ്ട് ആ ഒരു പ്രോജക്റ്റിലേക്ക് നിക്ഷേപിക്കാൻ പോകുന്ന ഒരാൾക്കെങ്കിലും അത് നിക്ഷേപിക്കാൻ പറ്റാതെ അവർ സ്വന്തം പൈസ കയ്യിൽ ഹോൾഡ് ചെയ്താൽ അത് എൻ്റെ വിജയം തന്നെയാണ്. സോ അങ്ങനെ ഞാൻ കരുതുന്നു. കാരണം ഇനിയെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ മാർക്കറ്റിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു മോശം കാര്യമായിരിക്കും. കാരണം ഒരുപാട് സ്കാമുകൾ, ഞാൻ തുടക്കത്തിൽ കുറേ സ്കാമുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് USDT സ്കാമുകൾ, പല സ്കാമുകളെ കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. പിന്നെ ഞാനും പോലും അറിയാതെ 3-4 സ്കാമുകളിലേക്ക് ഞാൻ ചെന്ന് വീണു. ഞാൻ പോലും അറിയാതെ മീൻസ് അത് അങ്ങനൊരു സ്കാം ആവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. പക്ഷേ അവർ അറ്റ് ലാസ്റ്റ് സ്കാമായി മൊത്തം അടിച്ചുകൊണ്ട് പോയി. അതുകൊണ്ട് ഇപ്പോൾ ആ വക പ്രോജക്റ്റുകളൊന്നും ഞാൻ ഇനി ചെയ്യത്തുമില്ല, ചെയ്യുന്നുണ്ടെന്ന് പറയത്തുമില്ല. സോ അഥവാ ഞാൻ ചെയ്യുവാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. ഞാൻ വീഡിയോയും എടുത്തില്ല, ആരെയും കോൺടാക്ട് ചെയ്യത്തില്ല. കാരണം എനിക്ക് ഈ ചില പ്രോജക്റ്റുകൾ ഇൻട്രസ്റ്റഡ് ആയാൽ ഞാൻ പോയി എൻട്രി എടുക്കാറുണ്ട് തുടക്കത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കമ്മ്യൂണിറ്റി കൂടെ ബെറ്റർ ആയിക്കോട്ടെ എന്ന്. ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇനി കമ്മ്യൂണിറ്റി ഈസ് കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി ഓൾവേസ് ഫസ്റ്റ്. സോ കമ്മ്യൂണിറ്റിക്ക് ഇനി ഒരു ബാഡ് പ്രോജക്ട്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, സമീപകാലത്ത് ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഈ പറയുന്ന ചാനൽ, ഈ പറയുന്ന യൂട്യൂബ് തന്നെ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കാര്യവും ഇല്ലാതെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേറ്റ് ചെയ്തെന്ന് പറഞ്ഞ് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഹിന്ദി ചാനലുകൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളം, ക്രിപ്റ്റോ മലയാളം എന്ന് പറയുന്ന ആ ചാനലും പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 6 സ്ട്രൈക്ക്. അതായത് സുയി കോയിനെ പറ്റി വീഡിയോ ചെയ്യുന്നത്, ബൈനാൻസിൻ്റെ ട്യൂട്ടോറിയൽ ഇടുന്നത്, ഇതൊക്കെയാണ് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി വയലേഷനായിട്ട് അവർ കണക്കാക്കുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. കാരണം യൂട്യൂബ് തന്നെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ക്രിപ്റ്റോ ബേസ് ചാനലുകളെല്ലാം അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. കാരണം പുതിയ ചാനൽ തുടങ്ങിയല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഇത്രയും സബ്ബൊന്നും അവിടെ വരുത്തുമില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ ടെലിഗ്രാമും ട്വിറ്ററും ഫോളോ ചെയ്തേക്കുക. ഇവിടെ രണ്ടിടത്തെ ആക്റ്റീവ് ആയിട്ടുള്ളൂ. വാട്സപ്പ് ഞാൻ പതിയെ അവോയ്ഡ് ചെയ്യുവാണ്. കാരണം വാട്സപ്പിൽ എല്ലായിടത്തും കൂടെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ്. കാരണം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത അതേ സാധനം തന്നെ ടെലിഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, അതേ ഇത് തന്നെ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യണം, പിന്നെ അത് വീഡിയോ ആയിട്ട് ചെയ്യണം. സോ ടു മച്ച് എഫേർട്ടാണ്. സോ അത്ര വ്യൂവും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും 1-2 പ്ലാറ്റ്ഫോം മാത്രമേ ഞാൻ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് കഥ പറഞ്ഞ് നിർത്തുന്നില്ല, നേരെ ഈ ഒരു സ്കാമിലേക്ക് വരാം. 10 ലക്ഷം രൂപ ഒരു വ്യക്തി സ്വന്തം കയ്യിൽ നിന്ന് ഗോൾഡ് എല്ലാം പണയം വെച്ച് കൊടുത്ത സ്കാമാണ്. ആ ഒരു സ്കാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു ലെവലിൽ വരുന്ന ഒരു സംഭവമാണ് ബിറ്റ് ഫ്ലെക്സ് DD. എനിക്ക് അങ്ങനെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നില്ല. എനിവേ ഞാൻ കാര്യത്തിലോട്ട് കടക്കാം. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സ്ചേഞ്ച് പോലെ, ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് പോലെ. അതായത് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞത് ഇതൊരു ക്രിപ്റ്റോ ട്രേഡിംഗ് ആണ്. സോ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ഫസ്റ്റ് ക്യാപിറ്റൽ ഇടണം. ഈ ക്യാപിറ്റലിൻ്റെ 10-20% നിങ്ങൾക്ക് ഡെയിലി അവർ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ആക്കി തരുമെന്ന്. ഒരു കാര്യം ഞാൻ പറയാം, ഡെയിലി 10-20 പ്രോഫിറ്റ് എടുത്ത് തരാൻ ആർക്കും പറ്റത്തില്ല. അത് അങ്ങനെ ഇരിക്കുന്ന ട്രേഡർ ആണെങ്കിൽ പോലും അത് ഹൈലി വോളറ്റൈലായിരിക്കും. സോ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ടാറ്റ, ഞാനില്ല എന്ന് തന്നെ പറയണം. മന്ത്ലി 5-10% എടുക്കുന്നതേ പാടായ ഒരു മാർക്കറ്റാണ്. പിന്നെ നമുക്കൊരു അവസരം കിട്ടിയാൽ ഓക്കെ. ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ വിചാരിക്കുന്ന എന്തോ ഭയങ്കര വലിയ സംഭവമാണ്. ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റൂല. ഈ ബുജി ടൈപ്പ് ഇരിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ് കുറേ ആൾക്കാർ വിചാരിക്കുന്നത്. ആരെ കൊണ്ടും പഠിക്കാൻ പറ്റും.
കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. പിന്നെ ഇൻട്രസ്റ്റ് തോന്നണം. ഇതെന്നെ കൊണ്ട് പഠിക്കാനേ പറ്റൂലെന്ന് പറഞ്ഞാൽ പഠിക്കാനേ പറ്റൂല. അത്ര തന്നെയാണ്. സോ ഓരോ കാര്യങ്ങളും നിങ്ങൾ കീപ്പ് ചെയ്ത് നോട്ട് എഴുതി വച്ച് ബുക്സ് റെഡിയാക്കി റെഫർ ചെയ്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതില്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം 4 മൊബൈലിൽ കുത്തി പണക്കാരാവുന്ന ഒരു സംഭവം അല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നത്. സോ എനിവേ സ്വന്തം കയ്യിൽ നിന്ന് പൈസ കളഞ്ഞല്ലോ. ഞാൻ എന്തായാലും ഇതിൻ്റെ ഓഡിയോ കേൾപ്പിച്ച് തരാം. എനിക്ക് ആ മെസ്സേജ് അയച്ചത്. ഒരുപാട് ഓഡിയോ ഒക്കെ കേൾപ്പിച്ച് വീഡിയോയുടെ ലെങ്ത് നല്ല രീതിയിൽ ഞാൻ കൂട്ടുന്നില്ല. സോ സിമ്പിളായിട്ട് ഞാൻ ആ ഒരു ഏറ്റവും ലാസ്റ്റ് അയച്ച ആ ഒരു ഓഡിയോ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഇത് ഫസ്റ്റ് ഒരു 4 ദിവസം അവര് ചെറിയൊരു എമൗണ്ടിന്, അതായത് ഒരു 100 USDയുടെയും 150 USDയുടെയൊക്കെ ട്രേഡ് ഡെയിലി എടുത്തു കൊടുത്തായിരുന്നേ. ഡെയിലി ട്രേഡ് എടുത്തു കൊടുത്തു. അപ്പോൾ പ്രോഫിറ്റ് ഉൾപ്പെടെ വിഡ്രോവൽ കൊടുത്തു. പിന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തു, അതിൻ്റെ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെ 4 ദിവസം അങ്ങനെ കിട്ടി. അപ്പോൾ അതിന് ശേഷമാണ് പറഞ്ഞത്, ആ ട്രേഡ് എടുത്ത് തന്ന ആളിൻ്റെ ഒരു ടീച്ചറുണ്ട്. അപ്പം അദ്ദേഹം കുറച്ചും കൂടി നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് തരും ഡെയിലി. അയാൾ ഒരാഴ്ചത്തേനുള്ള ട്രേഡാണ് എടുത്ത് തരുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഡെയിലി നടക്കുന്ന ട്രേഡിൻ്റെ പ്രോഫിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു, 15%. അങ്ങനെ ആദ്യത്തെ ദിവസമായി 700 മിനിമം $700 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ $700 അറേഞ്ച് ചെയ്തിട്ടു. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് വന്നപ്പോൾ $942 മാറി. അതിൻ്റെ 15% കൊടുത്തു, $3191. രണ്ടാമത്തെ ദിവസം $947 ട്രേഡ് എടുത്തപ്പോൾ $1400 ചില്ലറ മാറി. അതിൻ്റെ പ്രോഫിറ്റ് 6000 ചില്ലറ രണ്ടാമത്തെ ദിവസം കൊടുത്തു. അങ്ങനെ 7ാമത്തെ ദിവസം എത്തി നിന്നപ്പോഴാണ് $91,000 $1,00,000 അടുത്തേക്ക് വന്നതും 7 ലക്ഷം രൂപ പ്രോഫിറ്റ് കൊടുക്കാൻ പറഞ്ഞു. അവസാനം ഫൈനൽ അതിൻ്റെ 40% അടച്ചിട്ട് ബാക്കി 60% പേയ്മെൻറ്റ് വിഡ്രോൾ ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നുള്ള കണ്ടീഷനിലേക്ക് വന്നു. 40%-ന് $2,93,000 സംതിങ് അടച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് 5% പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് ലാർജ് എമൗണ്ട് ട്രാൻസ്ഫർ അക്കൗണ്ട് തുറക്കണം. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് 4 lakhs സംതിങ് വരുമെന്ന് പറഞ്ഞു. ആ പേയ്മെൻറ്റ് കൊടുത്തു. അപ്പം ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ്, നമ്മുടെ ഫേസ്ബുക്കിൽ വന്ന ഒരു ഫ്രണ്ട് തന്നെയാണ്, കൂട്ടുകാരി വഴിയാണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അപ്പം അവൾ പറഞ്ഞു, ഇതുപോലെ ഞാൻ കുറച്ച് പേയ്മെൻറ്റ് കുറവാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, 50,000 ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ആ ലാസ്റ്റ് ഡേ അതൊരു ഹെൽപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ ഒട്ടും വിശ്വാസം വരുന്നില്ല. അപ്പം ഞാനും തുടക്കം ഒരു 2-3 ആയപ്പോഴത്തേക്കും ഞാനും എൻ്റെ ഫ്രണ്ടിന് ഇത് പറയുകയുണ്ടായി, ഇത് ഫേക്ക് ആയിരിക്കും, നമുക്ക് വിശ്വസിക്കാമോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാൻ വേണ്ടി വന്നു. എനിക്ക് ആ സംശയം തോന്നിയപ്പോൾ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഫൈനൽ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടതുപോലെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പേയ്മെൻറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുക. അറൗണ്ട് 10 lakhന് മുകളിൽ സ്വർണം പണയം വെച്ച് ഇപ്പോൾ ഇതുവരെ കമ്മീഷൻ ബേസ് ഉൾപ്പെടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഓഡിയോ കേട്ടല്ലോ. ഓഡിയോ കേട്ട് ആദ്യത്തെ ഒരു 4-5 ദിവസം കറക്റ്റായിട്ട് ട്രേഡ് ചെയ്തതിൻ്റെ പ്രോഫിറ്റ് ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ 20%, 10% എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ പതുക്കെ റൂട്ട് മാറ്റി. എന്നെക്കാളും ബെറ്ററായ ഒരു ട്രേഡർ എൻ്റെ ടീച്ചറാണ്. സോ എൻ്റെ ടീച്ചർ എന്നെക്കാളും ബെറ്ററായിട്ട് ട്രേഡ് ചെയ്യും. സോ ടീച്ചറിൻ്റെയിലേക്ക് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ടീച്ചറിലേക്ക് പോയി ജോയിൻ ചെയ്യുക ടീച്ചറിൻ്റെ ഇതിൽ. സോ ടീച്ചറിൻ്റെയിൽ ജോയിൻ ചെയ്യുമ്പോൾ വീക്കിലി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കാരണം ടീച്ചർ കുറെ കൂടെ ബിസി ആയ ഒരു പേഴ്സൺ ആണല്ലോ. ഇതെല്ലാം ഒരാളായിരിക്കും ബാക്ക് എൻഡിൽ നിന്ന് ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ആഴ്ചയിലൊരിക്കൽ പേയ്മെൻ്റ് ആകുമ്പോൾ ഇവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് ഈ ആൾക്കാർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ആപ്പിൽ കയറി അക്കൗണ്ട് ഉണ്ടാക്കി ആ ആപ്പിനകത്ത് നമ്മുടെ ഒരു പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഒരു കുറച്ച് USDT കാണുമ്പോൾ ഇവർ വിചാരിക്കുന്നത്, ഉയ്യോ ഈ USDT എൻ്റെതാണോ? ഒരിക്കലും അല്ല. അവർക്കത് ഈസി ആയിട്ട് എന്ത് വേണോ ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. സോ അങ്ങനെ ഇവരെ വിശ്വസിപ്പിക്കുമായിരുന്നു. അതായത് ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉണ്ട്. നമുക്കൊരു ഏതൊരു ആപ്പാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പ്രൊജക്റ്റ് ആണെങ്കിലും നമുക്കൊരു ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഒക്കെ കാണും. സോ ഫ്രണ്ട് എൻഡിൽ ഒരു 700 USDT മിനിമം ഇവർ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ ഈ 700 USDT ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് തന്നെ അവരതിനെ അവിടുന്ന് വലിച്ചു. അവരതിനെ വലിച്ചിട്ട് ഈ ഒരു ആപ്പിൽ 700 ഉണ്ടെന്ന് കാണിച്ചു. എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് ചെറിയ ചെറിയ എമൗണ്ട് കൊടുത്തു. അതിനുശേഷം ഇവരെടുത്ത് വീണ്ടും അങ്ങോട്ട് പൈസ ഇടാൻ പറഞ്ഞു.
ഇവരാദ്യം കുറച്ച് പ്രോഫിറ്റ് വന്നപ്പോൾ ഇവരെന്താ വിചാരിച്ചത്? വീണ്ടും വീണ്ടും കിട്ടും. സോ ക്യാപിറ്റൽ ഡെവലപ്പ് ചെയ്യാം. സോ അങ്ങനെ ഇവർ വീണ്ടും വീണ്ടും എമൗണ്ട് ഇട്ടു. അതായത് 2,00,000 കൊടുത്തു, 3,00,000 കൊടുത്തു, 293 കൊടുത്തു, 1,11,000 കൊടുത്തു, 60,000 കൊടുത്തു, 2,00,000 കൊടുത്തു. സോ ഇവരിങ്ങനെ പല ടൈമിൽ പേയ്മെന്റ്സ് കൊടുത്തോണ്ട് ഒന്നോ രണ്ടോ തവണ കൊടുത്താൽ പോരെ. എന്തിനാണ് ഇങ്ങനെ ഇത്രയും തവണ കൊടുക്കുന്നത്? അങ്ങനെ ടോട്ടൽ ഒരു എമൗണ്ട് ഒരു 10,00,000 രൂപ അടുപ്പിച്ച് ഇവരിങ്ങനെ അവർക്ക് കൊടുത്തോണ്ടിരുന്നു. ഒടുക്കം ലാസ്റ്റ് അവർ ഒരു കുന്തവും കൊടുത്തില്ല. അവർ അയച്ച മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ VIP മെമ്പർ ക്രിപ്റ്റോ കറൻസീസ്. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം. ക്രിപ്റ്റോ കറൻസീസ്. അത് കഴിഞ്ഞിട്ട് ടിപ്പിക്കലി. സോ ആ ടിപ്പിക്കലിയുടെ ടി ഇപ്പുറത്തും വൈ അപ്പുറത്തും പിക്കലി. സോ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫേം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന് അവർക്ക് വ്യക്തമായ ഒരു ഫോണ്ട് കാണും. സോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് റെപ്യൂട്ടഡ് ആയ ഒരു ഫേമോ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ആപ്ലിക്കേഷനോ ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഈ പറയുന്ന ഇത് തരത്തില്ല. സോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരത്തില്ല. സോ അതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് അവർ ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൽ 95% അത് ഫ്രോഡാണ്. അപ്പോൾ ഇത് ടിപ്പിക്കലി ഇന്നൊക്കർ എ നെറ്റ്വർക്ക് ഫീ ഫോർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ഓൺ ദി റെസ്പെക്റ്റീവ് ബ്ലോക്ക് ചെയിൻ. ഓക്കെ, അത് പറഞ്ഞ സത്യമാണ്. ക്രിപ്റ്റോ കറൻസിയിൽ നെറ്റ്വർക്ക് ഫീ വരുന്നുണ്ട്. വിച്ച് ഈസ് റെമ്യൂണറേറ്റഡ് ടു മൈനേഴ്സ് ഓർ വാലിഡേറ്റർ റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസാക്ഷൻ കൺഫർമേഷൻ ആൻഡ് റെക്കോർഡിംഗ്. ഓക്കെ, ആൻഡ് കൺസിഡറിംഗ് ദാറ്റ് ദ ഫീ എമൗണ്ട് മേ ഫ്ലക്ച്വേറ്റഡ് ബേസ്ഡ് ഓൺ ദ ക്രിപ്റ്റോ കറൻസി ആൻഡ് നെറ്റ്വർക്ക് കൺജക്ഷൻ. It is noted that with a leverage balance of 78,89,884, the network fee is applicable is 3.2% of total leverage balance. ഇത് അതായത് ആദ്യമൊക്കെ പറഞ്ഞു, പിന്നെയും നമുക്ക് സമ്മതിക്കാം. ക്രിപ്റ്റോ കറൻസി, ബ്ലോക്ക് ചെയിൻ ആണ്, ട്രാൻസാക്ഷൻ ഉണ്ട്, മൈനേഴ്സ് ഉണ്ട്, അതെല്ലാം കറക്റ്റ് കാര്യമാണ്. പക്ഷേ 3.2%. ഒരു ബ്ലോക്ക് ചെയിനും അങ്ങനെ പെർസെൻറ്റേജ് വച്ചിട്ടല്ല ട്രാൻസാക്ഷൻസിൻ്റെ ഇത് വെരിഫൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയേ, ബിറ്റ്കോയിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ നിങ്ങൾക്ക് എത്ര ആവുമെന്ന്. $1,00,000 ഇപ്പോൾ ബിറ്റ്കോയിന് നിൽക്കുന്നത്. നിങ്ങൾ $1,00,000 ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ചെയ്താലും $1,000 ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻ ചെയ്താലും 10,000 ട്രാൻസാക്ഷൻ ചെയ്താലും ഏകദേശം ഒരേ ട്രാൻസാക്ഷൻ ഫീ തന്നെയാണ് വരുന്നത്. അത് നെറ്റ്വർക്കിൻ്റെ കൺജഷൻ. ഓക്കെ, അത് ശരി തന്നെയാണ്. അത് ഓരോ ടൈമും ഡിമാൻഡിങ് ആണ്. അത് ഓരോ ടൈമും ഇത്രയും വലിയൊരു ലെവലൊന്നും വരത്തില്ല. ഇപ്പോൾ എത്തീരിയം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന സമയം പോലും $300-400 അതിൻ്റെ ഗ്യാസ് ഫീസ് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും ടോപ്പ്. അപ്പോഴൊന്നും ഒരിക്കലും ചെയ്യരുത്, മനസ്സിലാക്കില്ലേ? അതിന് ഓരോ ഗ്യാസ് ഫീ കുറഞ്ഞ സമയമൊക്കെ നമ്മൾ ഈ പറയുന്ന കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കുക. പിന്നെ എത്തീരിയം ആണെന്നുണ്ടെങ്കിൽ പൊതുവേ രാവിലെ ഒരു 5 to 10 നമ്മൾ ചെയ്യുന്നത്. അതും ഇങ്ങനെയൊന്നും വരത്തില്ല. ഇത് 3.2% അത് അതിൻ്റെ ടോട്ടൽ ഇവർ പറയുന്നത്. എന്നിട്ട് കോൺസിക്വൻ്റ്ലി ആസ് യുവർ ഫൈനൽ സ്റ്റെപ്പ് യു ആർ റിക്വയർഡ് ടു റെമിറ്റ് എ സം ഓഫ് 2,52,472 ടുവേഴ്സ് നെറ്റ്വർക്ക് ഫീ. ഏത് ബ്ലോക്ക് ചെയിനാണ് 2,52,000 രൂപ നെറ്റ്വർക്ക് ഫീ ചോദിക്കുന്നത്? ഇത് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഇതെന്തോ വലിയ സംഭവമാണ്, ഇതൊക്കെ ആവും എന്ന് വിശ്വസിക്കും. എന്നിട്ട് അവർ പറയും ക്രിപ്റ്റോ മൊത്തം ഉടായ്പാണ്, ക്രിപ്റ്റോ സ്കാം. ആരും പഠിക്കാൻ തയ്യാറാവത്തില്ല. ഒറ്റ കുഞ്ഞുങ്ങൾ. എത്ര യൂട്യൂബേഴ്സ് നല്ല രീതിയിൽ വീഡിയോ ഇട്ടാലും പഠിക്കത്തില്ല. എനിക്കിതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല. സോ അവനൊരു ട്രേഡറാണ്, സോ അവൻ്റെ കുറേ പണം കൊണ്ട് കൊടുക്കാം, അവൻ ട്രേഡ് ചെയ്തോളും. ഒടുക്കം പറയും അവൻ പണം മുങ്ങി, അല്ലെങ്കിൽ അവൻ അത് നശിപ്പിച്ചു, അല്ലെങ്കിൽ ലോസായി. ഇവരൊന്നും അതിൻ്റെ ഒരു സത്യാവസ്ഥ പോയി നോക്കുന്നില്ല, ചോദിക്കത്തുമില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പേയ്മെൻറ്റ്. പേ നെറ്റ്വർക്ക് ഫീ ആൻഡ് വിഡ്രോ യുവർ ഫണ്ട്സ് ഇൻ യുവർ അക്കൗണ്ട് സേഫ്ലി. ഇവർ പറയുന്നത് USDT വിഡ്രോ ചെയ്യാനായിട്ട് ഇവർക്ക്, അതായത് 91,099 USDT വിഡ്രോ ചെയ്യാനായിട്ട് ഇവർക്ക് 2,52,000 രൂപ ഇവർക്ക് പേ ചെയ്യണമെന്നാണ്. USDTക്ക് ട്രോൺ ബ്ലോക്ക് ചെയിനിൽ 1 USDT ആണ് ഫീ വരുന്നത്. 1 USDT ട്രോൺ ബ്ലോക്ക് ചെയിനിൽ. ബൈനാൻസ് സ്മാർട്ട് ചെയിനിലാണെങ്കിൽ 0.8 ഓർ സംടൈംസ് 1. എത്താണെന്നുണ്ടെങ്കിൽ $6 അല്ലെങ്കിൽ ഒരു $3, കൂടിപ്പോയാൽ $15. അതിനപ്പുറം ഇതേപോലെ $100 ഒന്നും എടുത്ത് വയ്ക്കത്തില്ല. 100 ഹൈ ആണ്. ഇവർക്ക് ഈ 2,52,000 കൊടുക്കുന്ന സമയത്ത് $100 കൊടുത്താലും മതി. എനിവേ, പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം പോയല്ലോ, മൊത്തം എമൗണ്ടും പോയി. അതാണ് ഇവർ പറയുന്നത്. ഇനി വീണ്ടും അയച്ചിട്ടുള്ളതെന്ന് പറയുന്നത്, ദി വിഡ്രോവൽ എമൗണ്ട് ഓഫ് യുവർ അക്കൗണ്ട് ഈസ് 78 lakh സംതിങ്. ദ ട്രേഡിംഗ് സെൻറ്റർ അഡോപ്റ്റ് എ സിംഗിൾ പേയ്മെൻറ്റ് മെത്തേഡ്
and in one-time payment, risk control is 7 million rupees. You need to open a withdrawal account to accommodate 7 million rupees. The large channel opening fee is 5% of the account fund. എന്തൊക്കെ ഉടായിപ്പാടെ നോക്കണം. 7 മില്യൺ അതായത് 70 ലക്ഷം രൂപയുടെ 5% പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പോലും ഡീമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഫ്രീ ആണ്. ക്രിപ്റ്റോയിൽ പിന്നെ പറയാൻ വേണ്ട. ക്രിപ്റ്റോയിൽ വാലറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ₹1 പോലും വേണ്ട. നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റോ മെറ്റാമാസ്കോ നിങ്ങൾ ഏത് എക്സ്ചേഞ്ചിൽ പോയി തുടങ്ങിക്കോ. അവിടെ നിന്ന് ₹1 നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് ഒരു മാൻഡേറ്ററി അല്ല ആ ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ ക്രിപ്റ്റോയിൽ ₹1 പോലും ഡെപ്പോസിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ₹1 പോലും നിങ്ങളുടെ കയ്യിലില്ലാതെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. എത്ര പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് അങ്ങനെ ₹1 നിങ്ങളുടെ അക്കൗണ്ടിൽ ഇല്ലാതെ നിങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്. സോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ₹1 പോലും ഇല്ലാതെ പല പ്രോജക്റ്റ് ഇപ്പോൾ സയോണൊന്നും ഞാൻ ₹1 പോലും മുടക്കിയിട്ടില്ല. സയോൺ ടെസ്റ്റ് നെറ്റാണ്. ഫ്രീ ആയിട്ട് എനിക്ക് എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഡോഗ്സ് എത്ര പ്രോജക്ട്സ് എക്സംബെയർ എത്ര പ്രോജക്റ്റ് അതിൽ ചെറിയൊരു ടാസ്കിൽ വരുമ്പോൾ അത് മാൻഡേറ്ററി അല്ല. വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അതും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നമുക്ക് എത്ര പ്രോജക്റ്റ് തന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പം ഇതാ പറയുന്ന ഒന്നും അറിഞ്ഞൂടാതെ ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? ഒന്നും ഒന്നും അറിഞ്ഞൂടാതിരുന്നാൽ ഇങ്ങനെ ഇരിക്കും. സോ ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു പ്രൊജക്റ്റ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി യൂട്യൂബിലെങ്കിലും നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്ട്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ട്രേഡറെങ്കിലും ഇന്ന് കാണും. എല്ലാവരും ആ ഒരു ട്രേഡറിനെ പുച്ഛിക്കുക എന്നല്ലാതെ ഇതേപോലൊരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയായിട്ട് ഒന്ന് കൺസിഡർ ചെയ്യുക. അത് നിങ്ങളുടെ ഹൈ ബൈ ഫ്രണ്ട് ആയിക്കോട്ടെ, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു ട്രേഡിംഗ് ഫ്രണ്ട് കാണും. അവൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുക. ഇമ്മാതിരി ദുരന്തത്തിലൊക്കെ കൊണ്ട് പൈസ ഇടുന്നുണ്ട്. ഇത് അവൻ ട്രേഡ് ചെയ്യുന്നു. സോ അവനേക്കാളും ബെറ്റർ എനിക്കാവണം. ഞാനൊരു 10 ലക്ഷം കൊണ്ടിട്ടു. പോയി. അതാണ് ഞാൻ പറയുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും ചോദിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. പിന്നെ ഇങ്ങനെ കൊണ്ട് ഫണ്ടിട്ട് പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരാളും ഹെൽപ്പ് ചെയ്യത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൈബർ സെല്ല് അല്ലെങ്കിൽ പോലീസ് അവിടെയൊക്കെ കൊടുക്കുക എന്നുള്ളതല്ലാതെ ഈ കിട്ടണ ആൾക്കാർക്ക് USDT ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് തിരിച്ച് പിടിച്ച് എടുത്തൊക്കെ വരുമ്പോൾ ഒരു സമയമാവും. ഇതിൽ 90% ചാൻസ് ഇല്ല. വെറും വെറും 10%. അതൊക്കെ വളരെ റെയറസ്റ്റ് മൊമെൻറ്റിൽ തിരിച്ച് കിട്ടും. അത്ര തന്നെയാണ്. സോ ഇനി ആഫ്റ്റർ ഓപ്പണിംഗ് ദ ചാനൽ ദ ടോട്ടൽ എമൗണ്ട് ഇൻ ദ അക്കൗണ്ട് ക്യാൻ ബി വിത്ഡ്രോൺ ഇൻ ഫുൾ. ഇറ്റ് ഈസ് ആൾസോ കൺവീനിയൻറ്റ് ഫോർ ലാർജ് വിത്ഡ്രോവൽസ് ലെറ്റർ. സോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ തൊട്ട് താഴെ ആ പുള്ളി മെസ്സേജ് അയക്കുന്നത് ഹൗ ഐ പേ ഇത്രയും വന്ന്. കാരണം വിചാരിച്ചത് എന്താണ്, 78 ലക്ഷം കിട്ടുമ്പോൾ എനിക്കൊരു 3 ലക്ഷം കൊടുത്താലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ തുടരെ ആയിട്ടും ഒരു ഇത് കിട്ടിയില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഈ ബെറ്റിംഗ് പോലെ കരുതി അങ്ങ് ഇറങ്ങി. അതായത് ബെറ്റിങ്ങിൽ നമ്മളിപ്പോൾ ആദ്യം ഒരു ₹10 ഇടുന്നു, നമുക്കൊരു ₹5 കിട്ടുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഒരു ₹20 ഇടുന്നു, നമുക്ക് വീണ്ടും ഒരു ₹2 ₹3 കിട്ടുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ₹100 കൊണ്ടിടുന്നു. ആ ₹100 പോവും എന്ന് കരുതി അല്ലെങ്കിൽ ലോസ് ആവുമ്പോൾ നമുക്ക് അടുത്തതിൽ കിട്ടുമെന്ന് പറഞ്ഞ് വീണ്ടും 1000 കൊണ്ടിടുന്നു. ഇതേ ഒരു ഇമോഷനാണ് ഈ സ്കാമേഴ്സ് മുതലാക്കുന്നത്. സോ ഇതേപോലത്തെ ഒരുപാട് പ്രൊജക്ട്സ് മാർക്കറ്റിലുണ്ട്. ദയവ് ചെയ്ത് സ്വന്തം കയ്യിലുള്ള പൈസ ദയവ് ചെയ്ത് ഇമ്മാതിരി ദുരന്തങ്ങളുടെ കയ്യിൽ കൊണ്ടിടരുത്. ട്രേഡിംഗ് അറിഞ്ഞൂടെ? വേണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമില്ല? വേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തം കയ്യിലുള്ള പൈസ സ്വന്തം ആവശ്യത്തിന് ചെലവഴിക്കുക. ഇത് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇമ്മാതിരി മരപ്പാഴ് പ്രൊജക്ട്സിലൊക്കെ കൊണ്ടിട്ടിട്ട് ഒടുക്കം ലാസ്റ്റ് ക്രിപ്റ്റോ സ്കാമാണ്, ട്രേഡിംഗ് സ്കാമാണ്. ഞാനും അന്ന് കൊണ്ടിട്ട് 10 ലക്ഷം രൂപ എൻ്റെതെല്ലാം അവ അടിച്ചോണ്ട് പോയി. ഇങ്ങനെയൊക്കെ ഇനി ആരാ കാലത്ത് പറയണം? കയ്യിലൊരു ഫോണില്ലേ? യൂട്യൂബില്ലേ? എന്തൊക്കെ പഠിക്കാൻ പറ്റും? സോ ട്രൈ ടു ലേൺ. പൈസ ഉണ്ടാക്കുന്നത് വലിയ കാര്യമല്ല. പക്ഷേ ഉണ്ടാക്കിയ പൈസ സേവ് ചെയ്യുന്നതും ഉണ്ടാക്കിയ പൈസ വച്ച് വീണ്ടും പൈസ ഏൺ ചെയ്യുന്നതും വലിയ കാര്യമാണ്. അത് ലോകത്തിലെല്ലാവർക്കും പറ്റത്തില്ല. അത് വളരെ ചുരുക്കം 0.1%. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്ത് കോടീശ്വരന്മാർ വളരെ കുറവും മിഡിൽ ക്ലാസ് ലോ ക്ലാസ് പീപ്പിൾ കൂടുതലും. സോ ഞാൻ എന്തോ പറയാൻ, കാരണം ഇത് എത്ര കിട്ടിയാലും മലയാളികളാണ് പോയി ചാടുന്നത്. അത് അവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞാൽ അവരങ്ങ് വിശ്വസിക്കും. അതിനു മുമ്പ് ആ വ്യക്തിയെക്കുറിച്ചൊരു സ്റ്റഡി നടത്തണം. ആ വ്യക്തി എന്ത് ചെയ്യുമായിരുന്നു? ആ വ്യക്തിക്ക് ഇതേപോലെ എമൗണ്ട് കിട്ടിയോ? അതായത് ഇപ്പം നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ പറയുവാണ്, "അളിയാ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു സംഭവമുണ്ട്. ആനയാണ്, ചേനയാണ്. സോ ഇതിൽ നീ ഒരു 10 ലക്ഷം ഇട്." അപ്പോൾ ആദ്യമേ പറയാം, "അളിയാ നീ ഇട്. നീ 10 ലക്ഷം ഇട്ടിട്ട്
നിനക്ക് ആ 10,00,000 കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യക്തമായ പ്രൂഫ് നിന്റെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ, നീ എന്നെ റെക്കമെൻഡ് ചെയ്തു ഞാനിടാം. അത്രയും മതി. അല്ലാതെ അവർക്കും ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്കും ഒന്നും കിട്ടിയില്ല. ചിലപ്പോൾ ആ പുള്ളി ഇത് ചെയ്യത്തുപോലുമില്ല. ജസ്റ്റ് ഒരു ഇതായിരിക്കും, റെഫറലിന് വേണ്ടിയൊക്കെ ആയിരിക്കും. സോ ഇമ്മാതിരി സാധനങ്ങളിൽ ദയവ് ചെയ്ത് പോരുത്. 2025 തുടക്കം തന്നെ ഇതേപോലൊരു ന്യൂസ് കേട്ടു. ഞാൻ തന്നെ വിഷമിച്ചു. ഞാൻ തന്നെ അങ്ങനെ ഇരുന്ന് പോയി. കാരണം ഒരു 10,00,000 രൂപയൊക്കെ ചുമ്മാ ഇതേപോലെ, അത് ഒരു തവണ ട്രാൻസാക്ഷൻ ചെയ്തെങ്കിൽ നമുക്ക് അബദ്ധമെന്ന് പറയാം. ഇത് 2,00,000 ആയി, 3,00,000 ആയി, 1,90,000 ആയി, 60,000 ആയി. ഇങ്ങനെ പല 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 പേയ്മെൻറ്റ്സ് സ്വന്തമായിട്ട് പഠിക്കുക. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ഇതേപോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും സ്കാംസ് നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാമെന്നുള്ള ഏതെങ്കിലും സ്കാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ 1, 2 യൂട്യൂബേഴ്സ് നല്ല രീതിയിൽ സ്കാം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ മേ ബി വലിയ സബ്ബുകളുള്ള ചാനലായിരിക്കും. എന്താ വലിയ സബ്ബുള്ള ചാനലുകൾക്ക് സ്കാം പ്രൊമോട്ട് ചെയ്തുകൂടെ? അവിടെ എന്തെങ്കിലും ഇതുണ്ടോ? സോ അത് അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വേണോ സ്കാം പ്രൊമോട്ട് ചെയ്യാം. സോ ചില ആൾക്കാർ 1, 2 പഠിക്കും. ചില ആൾക്കാർ എത്ര കിട്ടിയാലും പഠിക്കില്ല. അവരങ്ങനെ തന്നെ മൂവ് ചെയ്യും. സോ അവരെ നമ്മൾ എന്ത് ചെയ്യണം? പതുക്കെ മാറ്റി നിർത്തുക. നിങ്ങളുടെ ലൈഫ് ട്രസ്റ്റഡായ 1, 2 സെലക്റ്റീവ് ചാനൽസിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് നോക്കുക. പിന്നെ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് ഞാൻ തന്നെ ഒരു കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കിടപ്പുണ്ട്, പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് മൂവ് ഓൺ ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. കാരണം 2025 നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് നിൽക്കുവാണ്. ഫസ്റ്റ് മന്ത് ഇവിടെ എൻഡ് ആവുകയാണ്. സോ ഈ മന്തിൽ എനിക്ക് ചെറിയ 2 എയർ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഇല്ലയോ? ഇത് നല്ലൊരു എയർ ഡ്രോപ്പിൻ്റെ മന്തായിരുന്നു. ഒരുപാട് പ്രോജക്ട്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പലതും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് 2 എണ്ണം ചെറിയ എമൗണ്ടിലേക്ക് ഒതുങ്ങിപ്പോയി. സോ എനിവേ, ഇനി കൂടുതൽ എയർ ഡ്രോപ്പുകൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്ലാനുണ്ട്. പക്ഷേ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഈ വരുന്ന കോപ്പിറൈറ്റ് ഇഷ്യൂവും ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷനും ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമുക്കും വീഡിയോ ചെയ്യാനായിട്ട് മനസ്സ് മടിക്കും. കാരണം 10K ആവാനായിട്ട് എൻ്റെ ചാനൽ അടുക്കുവാണ്. സോ ഇത്രയൊക്കെ ലെവലിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും. അത്രേ ഉള്ളൂ. അപ്പോൾ എനിവേ, ഇതേപോലത്തെ പുതിയ എപ്പിസോഡ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ സലാം.